ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ മുതൽ പോകണമെന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റാതെ ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3-3:30 വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഇരുന്ന് താമസിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ ആദ്യം ഒരിടത്ത് പോകണമായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പള്ളിയിലോട്ടൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയപ്പോഴത്തേക്ക് വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ അധികം ആളുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഒരു 3-4-5 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു 10-20 മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്ന ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തന്നെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ വന്നത്. പിന്നെ നമ്മൾ പൂച്ചയ്ക്കും ഒക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയാലോ, ഒന്നത് വീട്ടിൽ അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തത് കൊണ്ട് ലേറ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ. നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യം വിചാരിച്ച് വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ് കാത്ത് കുറേ നേരം നിന്ന ശേഷം ബസ്സൊക്കെ കിട്ടി നമ്മൾ കായംകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കായംകുളത്ത് ഒരു സ്കാനിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവനായിരുന്നു. അപ്പോൾ അവൻ്റെ വയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് 2-3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവൻ കാരണം ഈ താമസിച്ചത്. രാവിലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ വരാതെ പിന്നെയെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇത്രയും സമയമായി. അങ്ങനെ ഏറ്റവും അവസാനം നമ്മളിതേ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ചെല്ലാൻ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയറിൻ്റെ സ്കാനിങ് ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് വെള്ളം കുടിക്കാൻ പറഞ്ഞത്. പക്ഷേ അവൻ എത്രത്തോളം കുടിച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആ ഒരു സമയത്ത് അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായി, അവിടെ ചെന്നോ, എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. എത്രത്തോളം അവൻ വെള്ളം കുടിച്ചെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ ഒരു വയറിൻ്റെ ആയതുകൊണ്ടായിരിക്കാം കുറേ അധികം വെള്ളം കുടിച്ചെന്ന് തോന്നുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുന്ന കണ്ടു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്തോട്ട് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അവനെയും കാത്തിരുന്ന് ഒരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അവൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി നമ്മുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ വിചാരിച്ച് നമ്മളെക്കാൾ മുന്നേ വന്ന ആളുകൾ ഇങ്ങനെ മേടിച്ച് പോവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പേര് വിളിച്ചിട്ട് ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റിസൾട്ടും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വന്ന് ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു ചേച്ചിക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചേച്ചിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുടയൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ ബസ് കയറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തലവേദന ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ ഇത്രയൊക്കെ നടന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ തലവേദന ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വയറ് വയ്യാത്തത് കൊണ്ട് വേറെ ഒന്നും വാങ്ങിച്ച് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് എനിക്കൊരു മുട്ടായി തിന്നണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ വിട്ടിട്ട് ഒരു മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവന് കൊടുക്കത്തില്ല, ഞാൻ മാത്രമേ തിന്നത്തുള്ളൂ. അങ്ങനെ ഞാൻ മുട്ടായൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന ശേഷം നമ്മൾ ബസ് കയറാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് എവിടെയെങ്കിലും കയറി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ബസ് കാത്തിങ്ങനെ പോവാണ് കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചു KSRTC പോകാമെന്ന്, പിന്നെ അവൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രൈവറ്റിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലെത്തി കേട്ടോ. ഈ ഒരു സമയമായപ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വന്ന ശേഷം നമുക്ക് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കിയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തലവേദന എടുത്തിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അവൻ അതൊക്കെ ഇങ്ങനെ ഓണാക്കി ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിലും കുറച്ച് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാനൊരു മൂലയ്ക്ക് എനിക്ക് ഒരു ചായ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇപ്പോഴേ വീട്ടിൽ വരാത്തത് കൊണ്ട് എനിക്കാണെങ്കിൽ ചായ ഇട്ട് തരാൻ അവൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാനൊരു ചായക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും, പക്ഷെ എനിക്ക് ഇടാനുള്ള മടി കൊണ്ടായിരുന്നു
ഞാൻ പോയി ഇടാഞ്ഞത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തലവേദനയും വിശപ്പും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവലും നനച്ച് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് ഞാൻ അവനും കൊണ്ട് കൊടുത്തു കേട്ടോ. അവനും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൻ നമ്മുടെ പണ്ടത്തെ കുറേ നാൾക്ക് മുന്നേയുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ടി വി ഒക്കെ വെച്ച് ഫാനൊക്കെ ഇട്ടിട്ട് ഞാനാണെങ്കിൽ ചായയും അവലൊക്കെ ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര തലവേദന എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര തലവേദന കൂടിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇത് വരത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ തലയൊക്കെ വേദനിച്ച് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അമ്മ അച്ഛനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കയറി കിടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവർ വരുമ്പോഴത്തേക്ക് വീണ്ടും എന്നെ വിളിക്കും എന്നുള്ളൊരു ഇത് എനിക്കുള്ളത് കൊണ്ട് ഞാൻ കയറി കിടന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും അവർ വന്നിട്ട് ഞാൻ കിടക്കത്തുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു.